കേരളത്തിൽ BJP നേതൃത്വത്തിന് കെ മുരളീധരനോട് ഉണ്ടായ ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു പക, അതിന് കാരണം അദ്ദേഹമാണ് മുൻകൈയെടുത്ത BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. BJPയെ നിലം തൊടിയിക്കാൻ അനുവദിക്കാതെ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ്റെ പരാജയത്തിന് മുഖ്യ കാരണമായത് കെ മുരളീധരൻ്റെ സാന്നിധ്യമായിരുന്നു. നേമം നിയോജക മണ്ഡലത്തിൽ 3940 വോട്ടുകൾക്കാണ് വി ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത്. വി ശിവൻകുട്ടി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 59,000 വോട്ടുകൾ നേടിയിരുന്നു. അന്ന് BJPയുടെ ഒ രാജഗോപാൽ 67,500 വോട്ടുകൾ നേടി 8,500-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. അതേ നേമത്ത് 2021 ഒ രാജഗോപാലിനെ മാറ്റി BJP കുമ്മനം രാജശേഖരനെ മത്സരിപ്പിച്ചു. താരതമ്യേന ഒ രാജഗോപാൽ മിതത്വവാദിയും BJPയിലാണെങ്കിൽ കൂടിയും വലിയ തോതിൽ ജാതീയമായ രാഷ്ട്രീയ നെറികേടുകളൊന്നും തന്നെ കാണിക്കാത്ത നേതാവാണ്. മറിച്ച് കുമ്മനം രാജശേഖരൻ വലിയ തോതിൽ വർഗീയവാദം ശക്തമായി അത് പ്രചരിപ്പിക്കുന്ന ഒരു നേതാവാണ്. അതിനാൽ തന്നെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കെ മുരളീധരൻ നേമത്ത് മത്സരിച്ചത്. വി ശിവൻകുട്ടി 2016 ലഭിച്ചതിനേക്കാൾ 4000-ഓളം വോട്ടുകൾ കുറച്ചാണ് ലഭിച്ചത് 2021. എന്നിട്ട് പോലും കുമ്മനം രാജശേഖരനെ അവിടെ 3900 വോട്ടുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത് 13,000 വോട്ടുകൾ മാത്രം UDF സ്ഥാനാർത്ഥിയായ വി സുരേന്ദ്രൻ പിള്ള 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച നേമത്ത് അത് 3 ഇരട്ടിയാക്കി. 13,000 എന്നുള്ളത് 36,000-ലധികം വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് കെ മുരളീധരൻ പിടിച്ചെടുത്തത്. കെ മുരളീധരൻ എന്നിട്ട് അദ്ദേഹം 3-ാം സ്ഥാനത്താണ് പിന്തുടരപ്പെട്ടതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു: നേമത്ത് ഞാൻ 3-ാം സ്ഥാനത്തെത്തി എന്നോർത്തതിൽ വിഷമമില്ല. നേമത്ത് BJP നേതാവ് അവിടെ വിജയിച്ചില്ല എന്നുള്ളതിലാണ് എനിക്കേറെ സന്തോഷമെന്നും കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ കെ മുരളീധരൻ അവിടെ ഒരുപക്ഷെ 40,000-ഓ 45,000-ലധികമോ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടൽ വരെ ഉണ്ടായിരുന്ന സാഹചര്യമാണ്. എന്നാൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലാണ് കെ മുരളീധരൻ നിന്ന് മത്സരിച്ച് കുമ്മനം രാജശേഖരനെ 7,600-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. എന്നാൽ ആ വട്ടിയൂർക്കാവ് പിന്നീട് BJPക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. BJPക്ക് 2021 PV രാജേഷ് മത്സരിച്ചപ്പോഴും അവിടെ 22,000-ഓളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ കെ മുരളീധരൻ്റെ സാന്നിധ്യം ഏത് മണ്ഡലത്തിലാണോ അവിടെ BJPക്ക് വോട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും BJP തകർത്ത് വിട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ കെ കരുണാകരൻ്റെ പുത്രനായ കെ മുരളീധരൻ തൻ്റെ ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ കൂടി നേമത്ത് കൂടി മത്സരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി വീണ്ടും ഇറങ്ങുകയാണ്.